മലയാള സിനിമ ഇന്നും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്ത നടനാണ് ഷറഫുദ്ദീൻ. നേരത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചെങ്കിലും പ്രേമ സിനിമയിലൂടെയാണ് അദ്ദേഹം പ്രേക്ഷകരുടെ പ്രിയങ്കരനായത്. കാരണം ആ സിനിമ കണ്ട ഒരു മനുഷ്യനും അതിലെ ഗിരിരാജൻ കോഴി എന്ന കഥാപാത്രത്തെ മറക്കാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ ആ സിനിമയുടെ കഥയായിട്ട് ആ ക്യാരക്ടറിന് ഒരു ബന്ധമില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ആ ക്യാരക്ടറിനെ മറക്കാൻ കഴിയില്ല. അതാണ് അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്ട്. അതിനുശേഷം 2016 ഇറങ്ങിയ ഹാപ്പി വെഡ്ഡിങ് അതൊരു സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതിലെ മെയിൻ ഹീറോ സിജു വിൽസൺ ആണെങ്കിൽ പോലും ആ സിനിമ ത്രൂ ഔട്ട് സ്കോർ ചെയ്തത് ഷറഫുദ്ദീനാണ്. കൂടെ അഭിനയിച്ച എല്ലാ ആൾക്കാരെയും അദ്ദേഹം പെർഫോമൻസ് കൊണ്ട് ഓവർ ഷാഡോ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഷറഫുദ്ദീന് പകരം നമുക്ക് വേറൊരാളെ ആ സിനിമയിൽ സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം അങ്ങേരുടെ ടൈമിങ്ങും കോമഡി ടൈമിങ്ങും അതുപോലെ അദ്ദേഹം ഹ്യൂമർ ഹാൻഡിൽ ഇതൊക്കെ വളരെ എഫേർട്ട്ലെസ് ആയിട്ടായിരുന്നു. അതിനുശേഷം വന്ന ജോർജ് ഏട്ടൻസ് പൂരത്തിലാണെങ്കിലും റോൾ മോഡൽസിലാണെങ്കിലും പെർഫോമൻസിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരിക്കലും പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടില്ല. പിന്നെ 2018 റിലീസ് ചെയ്ത വരത്തനിലൂടെയാണ് അദ്ദേഹം ട്രാക്ക് മാറ്റി ചവിട്ടിയത്. അതിൽ ജോസി എന്ന വില്ലനായി വന്ന അദ്ദേഹം മാരക പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ കോമഡി മാത്രമല്ല, തനിക്ക് വില്ലൻ റോളും ചെയ്യാൻ കഴിയുന്ന ഷറഫുദ്ദീൻ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തു. അതിനുശേഷം 2020 റിലീസ് ചെയ്ത അഞ്ചാം പാതയിലൂടെ ബെഞ്ചമിൻ ലൂയിസായി വന്ന അദ്ദേഹം പ്രേക്ഷകരെ വീണ്ടും ഞെട്ടിച്ചു കളഞ്ഞു. അങ്ങനെ താനൊരു വേഴ്സറ്റൈൽ ആക്ടറാണ് ഷറഫുദ്ദീൻ വീണ്ടും പ്രൂവ് ചെയ്തു. ഇനി 2022 വന്ന പ്രിയനോട്ടത്തിൽ കാണുന്ന സിനിമയിലൂടെ സോളോ മൂവിയും തനിക്ക് വിജയിപ്പിക്കാൻ കഴിയുന്ന ഷറഫ് തെളിയിച്ചു കൊടുത്തു. അതിൽ വളരെ പക്വതയോടെയാണ് ഷറഫുദ്ദീൻ പ്രിയൻ എന്ന ക്യാരക്ടറായിട്ട് അഭിനയിച്ചത്. സിനിമ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഷറഫുദ്ദീൻ വളരെ ചൂസി എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഷറഫുദ്ദീൻ ഡിസേർവ് ചെയ്യുന്ന ഒരു പ്രേക്ഷക പിന്തുണ അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണമാണ് ഈ അടുത്തിറങ്ങിയ പടക്കളം ഒരു കിടിലൻ സിനിമയായിട്ട് കൂടി അത് ഡിസേർവ് ചെയ്യുന്ന ഒരു സക്സസ് സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല. സ്റ്റിൽ ആ സിനിമയ്ക്ക് 17 കോടി വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടി. അത് സൂപ്പർ ഹിറ്റാണ്. പക്ഷെ ആ സിനിമയ്ക്ക് മിനിമം ഒരു 40 കോടിയെങ്കിലും കളക്ഷൻ കിട്ടാനുള്ള പൊട്ടൻഷ്യൽ ആ സിനിമയ്ക്ക് ഉണ്ട്. പടക്കളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷറഫുദ്ദീൻ്റെ പെർഫോമൻസ് തന്നെയാണ്. സിനിമയ്ക്ക് ഹൈപ്പ് കുറവായിരുന്നിട്ട് കൂടി ഷറഫുദ്ദീനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഫാൻ ആയതുകൊണ്ട് തന്നെയാണ് ഇറങ്ങി ഉടനെ ഞാൻ സിനിമ കണ്ടത്. ഓണസ്റ്റ്ലി ഇതിലെ ചില സീൻസിലൊക്കെ ഷറഫുദ്ദീൻ മാരക സ്വാഗാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മലയാള സിനിമയ്ക്ക് ഷറഫുദ്ദീൻ്റെ പൊട്ടൻഷ്യൽ ഇപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അടുത്തന്നെ ജോസിയേക്കാളും അഞ്ചാം പാതിരിലെ ബെഞ്ചമിൻ ലൂയിസിനേക്കാളും ഇമ്പാക്ട്ഫുൾ ആയ ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള കാലിബർ ഷറഫുദ്ദീൻ ഉണ്ട്. മലയാള സിനിമ തിരിച്ചറിയട്ടെ, അദ്ദേഹം ഡിസേർവ് ചെയ്യുന്ന ഒരു സക്സസ് അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും പടക്കളം കാണാത്തവർ ഒരിക്കലും ആ സിനിമ മിസ്സാക്കരുത്. OTTയിൽ വന്നിട്ട് വാഴ്ത്തിപ്പാടുന്നതിന് പകരം നിങ്ങൾ എന്തായാലും മാക്സിമം തിയേറ്ററിൽ തന്നെ ആ സിനിമ കാണാൻ ശ്രമിക്കുക. എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.